ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി കന്നഡിക സ്റ്റൈൽ കയ്പ്പയ്ക്ക ഫ്രൈ ആണ്. ഇത് കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കയ്പ്പയ്ക്കനെ നമ്മൾ നേരിയ വട്ട കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുരു ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നിറയെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ കയ്പ്പ് രസം പോകാനായിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. കയ്പ്പൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു അകലമുള്ള പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ അതൊന്ന് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കയ്പ്പയ്ക്ക ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കയ്പ്പയ്ക്ക് ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. കയ്പ്പയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ അംചൂർ പൗഡർ. അംചൂർ പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്താൽ മതി. ഇനി ഇത് ഒന്നും കൂടി ഫ്രൈ ചെയ്ത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. എണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലെ കയ്പ്പ് രസം ഒന്നും കൂടി കുറഞ്ഞു കിട്ടും. ഇത് വറുത്ത് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച കുറച്ച് പെരിഞ്ജീരകം ചേർക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് തൈര് സാദത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ.